എടാ അപ്പോൾ നമ്മൾ +1 ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആണെന്ന് പഠിക്കാൻ പോകുന്നത്. ആ സെറ്റ് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളണം. ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ? സെറ്റ്. കേട്ടല്ലോ. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് സെറ്റ് എന്നാണ്. അപ്പോൾ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ ഇത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. ഈ സെറ്റ് എന്ന് പറയുന്ന സാധനം ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അതിനു വേണ്ടി നമ്മൾ പോവുകയാണ്. എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഗ്രൂപ്പുകളെയും നമ്മൾ സെറ്റ് എന്ന് പറയില്ല. നിങ്ങൾ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് വന്നിട്ട് ഇത് സെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ നമുക്ക് സെറ്റാണെന്ന് പറയാൻ പറ്റില്ല. സെറ്റ് ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളേ. ഞാനിവിടെ 2 ഗ്രൂപ്പുകൾ പറയും. എന്താണ്? 2 ഗ്രൂപ്പുകൾ പറയും. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ഇങ്ങനെ പറയുവാണ്, ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഈ ഒരു ഗ്രൂപ്പ് എടുത്തു. ഞാൻ വേറൊരു ഗ്രൂപ്പ് കൂടി എടുക്കുവാണ്, ഗ്രൂപ്പ് ഓഫ് 3 ബെസ്റ്റ് ഫുട്ബോളേഴ്സ് ഇൻ ദ വേൾഡ്. കേട്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ 2 ഗ്രൂപ്പ് എടുത്തു. ഈ 2 ഗ്രൂപ്പിൻ്റെയും ആൻസർ ഒന്ന് നോക്കിയേ. ഈ 2 ഗ്രൂപ്പിൻ്റെയും ആൻസർ ഒന്ന് നോക്കിയേ. ഇതേ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേണം ലെസ് ദാൻ 5. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകൾ. അതായത് 1, 2, 3, 4, 5, 6 എന്നും പറഞ്ഞു പോകുന്ന നമ്പറുകൾ. അവരെല്ലാവരെയും വേണോ നമുക്ക്? വേണ്ട. 5ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ മതി. അവരാരൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. 5 ഇല്ല, 5ൽ താഴെയുള്ളവർ മതി. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇത്രയും പേരല്ലേ ഉള്ളൂ. എടാ, ആരെഴുതിയാലും ഈ ഉത്തരവല്ലേ കിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഉത്തരം കിട്ടുമോ? വേറൊരാൾ നിങ്ങളുടെ കൂട്ടുകാരൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 10 കൂടി ചേർന്ന് വരുമോ? ഇല്ല. ആരെഴുതിയാലും ഒരേ ഉത്തരം വരുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പ് ഒന്ന് നോക്കിയേ. നമ്മൾ പറഞ്ഞേക്കുന്നത് ഗ്രൂപ്പ് ഓഫ് 3 ബെസ്റ്റ് ഫുട്ബോളേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 3 ബെസ്റ്റ് ഫുട്ബോളേഴ്സ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി മെസ്സി, റൊണാൾഡോ, നെയ്മർ. നിങ്ങൾ ഇവരെ 3 പേരെ തന്നെ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ മെസ്സി, റൊണാൾഡോ, സുവാരസ് ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ഇനി അതല്ലാതെ വേറെ 3 പേരായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ എഴുതുന്നത്. അപ്പോൾ ആ 3 ബെസ്റ്റ് ഫുട്ബോളേഴ്സ് എഴുതാൻ പറഞ്ഞാൽ അത് ഓരോരുത്തരിലും വേറെ വേറെ ഉത്തരങ്ങൾ തരും അല്ലേ. ആ ഗ്രൂപ്പ് എല്ലാവർക്കും സെയിം അല്ല അല്ലേ. 3 ബെസ്റ്റ് ഫുട്ബോളേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ആ ഗ്രൂപ്പ് എല്ലാവർക്കും സെയിം ആണോ? അല്ല. ആ ഗ്രൂപ്പ് ഓരോരുത്തർക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും ഒരേ ഉത്തരം വന്നാൽ, ശ്രദ്ധിച്ചോളണം, എല്ലാവർക്കും ഒരേ ഉത്തരം വന്നാൽ ആ ഗ്രൂപ്പിനെ മാത്രമേ നമ്മൾ എന്ത് പേര് പറയുള്ളൂ? സെറ്റ് എന്ന് പറയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഒരേ ഉത്തരം വന്നില്ലെങ്കിൽ അവർ സെറ്റല്ല. കേട്ടല്ലോ, അവർ സെറ്റല്ല. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി, എല്ലാവർക്കും ഒരേ ഉത്തരം വന്നാൽ സെറ്റ്, എല്ലാവർക്കും ഒരേ ഉത്തരം വന്നില്ലെങ്കിൽ സെറ്റല്ല. ഇതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്. എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കും. എല്ലാവരും എഴുതിയാലും ഒരേ ആൻസർ വന്നാൽ സെറ്റാണ്, അല്ലെങ്കിൽ സെറ്റല്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിവിടെ 4 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സെറ്റാണ്, സെറ്റല്ല എന്ന് പറഞ്ഞേ. നോക്കിയേ, ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നൊക്കെ പറഞ്ഞു പോകും. അതിൻ്റെ അകത്ത് 10ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. എടാ, ആരെഴുതിയാലും ഈ ഉത്തരമല്ലേ വരുള്ളൂ. എല്ലാവരും എഴുതിയാലും ഈ ഉത്തരം വരുന്നതുകൊണ്ട് ഇതെന്താണ്? സെറ്റാണ്. ഇവിടെ നോക്ക്, ഗ്രൂപ്പ് ഓഫ് 3 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ്. ഇപ്പം ഞാൻ പറയും ധോണി, വിരാട് കോഹ്ലി, യുവരാജ് സിംഗ് എന്ന് പറയും. നിങ്ങൾ അവരെ തന്നെ പറയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ജഡേജയും മറ്റേ നമ്മളുടെ പോണ്ടിങ്ങിനെയും അല്ലെങ്കിൽ മക്കല്ലത്തിനെയും ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ 3 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് വേറെ ആയിരിക്കും. അപ്പോൾ അത് വേറെ വേറെ ഓരോരുത്തർ എഴുതുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തർ എഴുതുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരുന്നാൽ അത് സെറ്റാണോ? അത് സെറ്റല്ല. നോക്ക്, ഡേയ്സ് ഇൻ എ വീക്ക്. ഒരു വീക്കിലെ ദിവസങ്ങൾ ഏതൊക്കെയുണ്ട്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നും പറഞ്ഞ് 7 എണ്ണം. ആരെഴുതിയാലും ഈ ഉത്തരവല്ലേ വരുള്ളൂ. അപ്പോൾ ഇത് സെറ്റല്ലേ? ഇത് സെറ്റാണ്. ആരെഴുതിയാലും ഈ 7 ഉത്തരങ്ങളെ വരുള്ളൂ. നിങ്ങളുടെ കൂട്ടുകാരൻ എഴുതിയാൽ ചിലപ്പോൾ അതിൻ്റെ നിന്ന് സൺഡേ പോവുമോ?
ഇല്ല. നിങ്ങളൊരു കൂട്ടുകാരി എഴുതിയാൽ അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ടൊരു ദിവസം വരുമോ? ഇല്ല. ആരെഴുതിയാലും ഈ 7 ദിവസങ്ങൾ. അപ്പോൾ ആരെഴുതിയാലും ഒരേ ഉത്തരം വന്നാൽ സെറ്റാണ്. ഇത് നോക്ക്, ഹാർഡ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ പ്രശ്നം എന്താ? എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നില്ല. ഇപ്പോൾ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല. അപ്പോൾ നിങ്ങളൊരു ആ ഗ്രൂപ്പ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഇതുണ്ടാകത്തില്ല. പക്ഷെ ഞാൻ എഴുതുമ്പോൾ എനിക്കിത് പാടാണ്, ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേ ഉത്തരം കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ ഉത്തരം കിട്ടാത്തത് കാരണം ഇത് സെറ്റല്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ ഉത്തരം കിട്ടിയാൽ സെറ്റാണ്, അല്ലെങ്കിൽ സെറ്റല്ല. കേട്ടല്ലോ? അപ്പോൾ ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ ഒരു സെറ്റ് പറയുവാണേ. നോക്കിയേ, ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6. നോക്ക്, ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6. ഇത് സെറ്റാണോ? ഒന്ന് നോക്കി പറഞ്ഞേ, ഇത് സെറ്റാണോ? നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറഞ്ഞേ. സെറ്റാണ്. കാര്യം എന്താ? ആരെഴുതിയാലും 1, 2, 3, 4, 5 എന്നായിരിക്കും ഉത്തരം വരുന്നത്. 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയാൽ ഒരേ ഉത്തരം വന്നു. ഇത് സെറ്റാണ്. എടാ, ഇത് സെറ്റാണെങ്കിൽ, സെറ്റുകളാണെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പ് സെറ്റാണെങ്കിൽ ആ സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ്? 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. വെറുതെ ഇങ്ങനെ എഴുതുമല്ല നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ രീതിയുടെ പേര് റോസ്റ്റർ ഫോം എന്നാണ്. എന്താണ്? റോസ്റ്റർ ഫോം. രണ്ടാമത്തെ രീതിയുടെ പേര് സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഒരു സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോം, 2 സെറ്റ് ബിൽഡർ ഫോം. രണ്ടിലും നമ്മൾ ഫോളോ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. സെറ്റിന് എപ്പോഴും നമ്മൾ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഒന്ന്, ഇവിടെയും പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഓക്കെ. ഇനി സെറ്റുകൾ എപ്പോഴും നമ്മൾ ഈ സ്പെഷ്യൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുള്ളൂ. സ്പെഷ്യൽ ബ്രാക്കറ്റ്. ഇവിടെയും സെറ്റിന് നമ്മൾ സ്പെഷ്യൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുള്ളൂ. സ്പെഷ്യൽ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വളഞ്ഞായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, ഇത് ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെ വളഞ്ഞാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉപയോഗിക്കില്ല, ഇത് ഇങ്ങനത്തെ ബ്രാക്കറ്റും ഉപയോഗിക്കില്ല. കേട്ടല്ലോ? സ്പെഷ്യൽ ബ്രാക്കറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തത് നോക്ക്, റോസ്റ്റർ ഫോമിൽ ശ്രദ്ധിച്ചോളണം. റോസ്റ്റർ ഫോമിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മളുടെ എലമെൻറ്റ് അത് വെറുതെ കോമയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. 1, 2, 3, 4, 5. ഇതാണ് റോസ്റ്റർ ഫോം. എന്താണ്? റോസ്റ്റർ ഫോമിൽ നമ്മളുടെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആരൊക്കെയാണോ അവരെ വെറുതെ കോമയിട്ട് അങ്ങോട്ട് എഴുതിക്കോളണം. ഇതാണ് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ കോമൺ പ്രോപ്പർട്ടി എന്താണോ അത് എഴുതണം. ഇവിടുത്തെ കോമൺ പ്രോപ്പർട്ടി എന്താണ്? എല്ലാവരും നാച്ചുറൽ നമ്പറാണ്. ഓക്കെ. എല്ലാ നാച്ചുറൽ നമ്പരും ഉണ്ടോ? ഇല്ല. 6ൽ താഴെയുള്ളവരാണ്. 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പറാണ് എല്ലാവരും. ആ കോമൺ പ്രോപ്പർട്ടി നമ്മൾ എഴുതണം. പക്ഷെ അത് വെറുതെ വേർഡ്സിൽ എഴുതി വെച്ചാൽ പോരാ, മാത്തമാറ്റിക്കലി എഴുതണം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എഴുതുന്ന ഒരേ രീതിയിലാണ്. ഇങ്ങനെ ശ്രദ്ധിച്ചു, ഈ ഗ്രൂപ്പിലെ എലമെൻറ്റിനെ എല്ലാത്തിനെയും ഞാൻ എക്സ് എന്ന് വിളിച്ചു. എക്സ്. ഇനി എക്സ് സച്ച് ദാറ്റ്, ആ എക്സ് എന്താണെന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. എക്സ് എല്ലാവരും എന്താണ്? എക്സ് എല്ലാവരും നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ എക്സ് എലമെൻറ്റ് ഓഫ് എൻ എന്ന് വിളിക്കും. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ. എക്സ് എല്ലാവരും നാച്ചുറൽ നമ്പറാണ്. ഇനി എല്ലാ നാച്ചുറൽ നമ്പരും ഉണ്ടോ? ഇല്ല. 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമെന്നറിയാമോ? എക്സ് ലെസ് ദാൻ 6. 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്? സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും എഴുതുന്നത്. ഒരെണ്ണം കൂടി കാണിച്ചു തന്നെ. ഇതേ നോക്കിയോ, സിമ്പിൾ സാധനം. നോക്ക്, ഗ്രൂപ്പ് ഓഫ് എന്താണ്? ഇൻഡിജേഴ്സ് ബിറ്റ്വീൻ 5 and 10 വേണ്ട, 5 and 12. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട്. ഇത് ഇപ്പുറത്തേക്ക് -1, -2, -3, -4 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട്. ഇവരെല്ലാവരെയും വേണോ നമുക്ക്? ഇവരെല്ലാവരെയും വേണ്ട. നമുക്ക് വേണ്ടത് 5നും 12നും ഇടയിലുള്ളവർ. 5 എവിടെ? ദൈവൻ. 12 എവിടെ? ദൈവൻ. ഇതിൻ്റെ ഇടയിലുള്ളവരാരൊക്കെയാണ്? 6, 7, 8, 9, 10, 11. ഇത്രയും പേരെ മതി. ഇതാണ് നമ്മളുടെ സെറ്റ്. അപ്പോൾ സെറ്റ് നമുക്ക് 2 രീതിയിൽ എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ റോസ്റ്റർ ഫോം എഴുതുവാണ്. എങ്ങനെയാണ്? A = സെറ്റ്, കോമയിട്ട് വേറെ എഴുതുക. 6, 7, 8, 9, 10, 11.
എടാ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 6 ഉണ്ടെങ്കിൽ അത് ഒരു തവണ എഴുതാവുള്ളൂ. ഇപ്പോൾ ഒരു 10 കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഉടനെ ഒന്നുകൂടി കോമയിട്ട് എഴുതൂല. ഒരു 10 ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. റിപ്പീറ്റേഷൻ പാടില്ല. ഇനി രണ്ടാമത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചോ, എന്താണ് സെറ്റ് ബിൽഡർ ഫോം? എഴുതേണ്ട രീതി എന്താണ്? എക്സ് സച്ച് ദാറ്റ്, എല്ലാവരെയും എക്സ് എന്ന് വിളിച്ചു. എക്സ് എല്ലാം എന്താണ്? എക്സ് എല്ലാം ഇൻഡിജർ ആണ്. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എന്ന് കൊടുത്തു. എക്സ് എല്ലാം ഇൻഡിജർ. എല്ലാ ഇൻഡിജറും ഉണ്ടോ? ഇല്ല. 5നും 12നും ഇടയിലുള്ള ഇൻഡിജർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നറിയാവോ? 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 5നും 12നും ഇടയിലുള്ളവരാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ ഇവിടെ നോക്കി, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. റെപ്രസെന്റ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 10. എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 10 ഇൻ സെറ്റ് ബിൽഡർ ഫോം ആൻഡ് റോസ്റ്റർ ഫോം. എടാ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെ പോകും. നമുക്ക് എല്ലാവരെയും വേണോ? വേണ്ട. 5നും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ അവരാരൊക്കെയാടാ? 6, 7, 8 അല്ലെ? 6, 7, 8, 9 ഇവര് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം, റോസ്റ്റർ ഫോമിൽ എഴുതണം. എങ്ങനെയാണ് റോസ്റ്റർ ഫോം എഴുതുന്നത്? വെറുതെ കോമയിട്ട് എഴുതി പോവുക. 6, 7, 8, 9. ഓക്കെ അല്ലേ? ഇനി സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ്? A ഈക്വൽ ടു ഈ എക്സ് സച്ച് ദാറ്റ്, ഈ എക്സ് എന്ന് എല്ലാവരെയും വിളിച്ചു. ഇനി എക്സ് എന്താന്ന് പറയണം? എക്സ് എല്ലാം നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് n. ഓക്കെ, ഇനി എന്ത് പറയണം? എക്സ് എല്ലാം നാച്ചുറൽ നമ്പറുകളാണ്. എക്സ് 5നും 10നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഇത്ര ഉള്ളടാ, സിമ്പിൾ പരിപാടി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, A ഈക്വൽ ടു 0, 1, 2, 3, 4, 5 റെപ്രസെന്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഇതാണ് നമ്മളുടെ സെറ്റ്. റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെ എഴുതും നമ്മൾ? ശ്രദ്ധിച്ചോ, A ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഇതിന്റെ കോമൺ പ്രോപ്പർട്ടി എന്താന്ന് പറയണം. ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാം എന്താണ്? ഹോൾ നമ്പേഴ്സ് അല്ലേടാ? ഹോൾ നമ്പേഴ്സ് അല്ലേ? ഹോൾ നമ്പേഴ്സ് അല്ലേ? എന്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നൊക്കെ പറഞ്ഞു പോകുന്ന 0യിൽ തുടങ്ങുന്ന നമ്പേഴ്സ് ആണെന്ത്? ഹോൾ നമ്പേഴ്സ്. എല്ലാ ഹോൾ നമ്പേഴ്സും ഉണ്ടോ? ഇല്ല. 6ൽ താഴെയുള്ള ഹോൾ നമ്പേഴ്സ് ഉള്ളൂ അല്ലേ? 6ൽ താഴെയുള്ള ഹോൾ നമ്പേഴ്സ് ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് സച്ച് ദാറ്റ് എക്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണ്. എക്സ് എലമെന്റ് ഓഫ് W. എല്ലാവരും 6ൽ താഴെയാണ്. എക്സ് ലെസ് ദാൻ 6. സിമ്പിൾ, വളരെ വളരെ സിമ്പിൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി. ഇത് നോക്കിയേ, A ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഇസഡ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 റെപ്രസെന്റ് ഇൻ റോസ്റ്റർ ഫോം. ഇവിടെ ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. അത് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെയാണ് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റേണ്ടത്? സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ് എലമെന്റ് ഓഫ് ഇൻഡിജർ. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇൻഡിജർ? 0, 1, 2, 3, 4, -1, -2, -3, -4 ഇങ്ങോട്ടും ഉള്ള നമ്പറാണ് ഇൻഡിജർ. ഇവരെല്ലാവരെയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. -2നും 2നും ഇടയിലുള്ളവരെ മാത്രം മതി. അവരാരൊക്കെയാടാ? -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. അവരെ എടുത്തൊരു സെറ്റാക്കി അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. ഇതാണെന്ത്? ഇതിൻ്റെ റോസ്റ്റർ ഫോം. സിമ്പിൾ അല്ലടാ? സിമ്പിൾ. ഇതാണ് സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും. അടുത്തതിലേക്ക് പോവാം. വളരെ സിമ്പിൾ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ്. കുറച്ച് ടൈപ്പ് സെറ്റുകളുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഒന്നാമത്തത് എംപ്റ്റി സെറ്റ്. എന്താണ്? എംപ്റ്റി സെറ്റ്. അതായത് ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻറ്റും ഇല്ല എന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 6. എടാ നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8 എന്നും പറഞ്ഞു പോകും. നമുക്ക് വേണ്ടത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേണം. എവിടെ? 5നും 6നും ഇടയിലുള്ളവർ. 5നും 6നും ഇടയിൽ വേറെ നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. 5നും 6നും ഇടയിൽ 5.5 ഉണ്ട്. അത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല, നാച്ചുറൽ നമ്പർ വേണം. നാച്ചുറൽ നമ്പർ ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ ഈ സെറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ ആരും ഇല്ലാത്തൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എംപ്റ്റി സെറ്റ്. അപ്പോൾ ആ സെറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സിമ്പിളാണ്. അപ്പോൾ ഈ നോക്കിയേ, ഈ സെറ്റിൻ്റെ അകത്ത് A എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് ആരുമില്ലെങ്കിൽ അതിനെ ഒന്നെങ്കിൽ ഇങ്ങനെ സെറ്റ് തുറന്നും ക്ലോസ് ചെയ്ത് ആരുമില്ലാതെ എഴുതും. എന്താണ്? എംപ്റ്റി സെറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതും? അല്ലെങ്കിൽ വേറൊരു രീതി കൂടി എഴുതും. ഇത് ഇങ്ങനെ ഒരു 0 എഴുതിയിട്ട് ഒരു വെട്ട് എഴുതും.
ഇതിനെ പറയുന്ന പേര് ഫൈ എന്നാണ് കേട്ടോ. ഫൈ. ഒന്നെങ്കിൽ എം ടി സെറ്റ് നമുക്ക് ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ചിലരിത് ഇങ്ങനെയൊക്കെ കാണിക്കും. അത് ശരിയാണോ? അത് ശരിയാണോ? ഇത് തെറ്റാണ് കേട്ടോ, ഇങ്ങനെ കാണിക്കരുത്. ഇതിപ്പോൾ എന്താണ്, ഈ ഫൈ എന്ന് പറയുന്ന ആൾ ഈ സെറ്റിൻ്റെ അകത്ത് ഉണ്ടെന്നാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എം ടി സെറ്റിൽ? എം ടി സെറ്റിൽ ആരുമില്ല. സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻസ് എനി എലമെന്റ്സ് ഈസ് കോൾഡ് എം ടി സെറ്റ്. ഈ എം ടി സെറ്റിന് വേറെ കുറച്ച് പേരുകളുണ്ടാവും, ഒന്ന് ഓർത്തിരുന്നോളണം. നൾ സെറ്റ്. എന്താണ്? നൾ സെറ്റ്, വോയിഡ് സെറ്റ്. കേട്ടല്ലോ? ഇങ്ങനെ 2 പേരുകൾ കൂടി എം ടി സെറ്റ് അറിയപ്പെടും. സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ ആരും ഇല്ലാത്ത സെറ്റാണ് എം ടി സെറ്റ്. ഇത് ഇങ്ങനെയും കാണിക്കാം, ഇങ്ങനെയും കാണിക്കാം. ഓക്കെ അല്ലേ? ഇനി വേറൊരു സാധനം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനം, യൂണിവേഴ്സൽ സെറ്റ്. എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. എടാ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. ഇതേ ഇപ്പം ഞാൻ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, 1 2 3. എടാ ഞാൻ ബി എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, 2 3 4. എനിക്ക് ഈ 2 സെറ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റ് വേണം. 2 സെറ്റും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റ്. നോക്ക്, ഇവിടെ 1 2 3 ഉണ്ട്, ഇവിടെ 2 3 4 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സെറ്റാണ് 1 2 3 4 5 അല്ലേ? ഇത് രണ്ടും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നതാണെങ്കിൽ ഈ വലിയ സെറ്റിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ യു കൊണ്ടാണ്. കേട്ടല്ലോ? ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ ക്ലാസ്സിലെ, നിങ്ങളുടെ സ്കൂളിലെ +1 സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്കൂളിലെ +2 സ്റ്റുഡൻസ്, ഇങ്ങനെ 2 സെറ്റ് എടുത്തു. ഇതിൻ്റെ ഒരു യൂണിവേഴ്സൽ സെറ്റ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഈ 2 സെറ്റും ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ് പറയണം. അതേതാ വലിയ സെറ്റ്? സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. അതെന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മൂന്നാമത്തെ ഒരു സെറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സബ്സെറ്റ്. എന്താണ്? സബ്സെറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പം എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, 1 2 3. ഈ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് നിന്ന് എനിക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ചെറിയ ചെറിയ സെറ്റുകളില്ലേ? അതായത് ഈ എയിൻ്റെ അകത്തുനിന്ന് എനിക്കിതേ ഈ 1 മാത്രം എടുത്തെഴുതാം, അതുപോലെ 2 മാത്രം എടുത്തെഴുതാം. ഇങ്ങനെ ചെറിയ ചെറിയ സെറ്റുകളായിട്ട് എടുത്തെഴുതാൻ പറ്റൂലേ? അതിനെ പറയുന്ന പേരാണ് സബ്സെറ്റ്. അപ്പോൾ ഏതൊക്കെ എഴുതാം? എനിക്കിങ്ങനെ 1 എഴുതാം, 2 എഴുതാം, പിന്നെ ഏതെഴുതാം? 3 എഴുതാം. ഓക്കെ. ഇനി 2 എണ്ണം മാത്രം പെറുക്കി എടുത്തെഴുതാമല്ലാടാ. അതെ, 1ഉം 2ഉം എടുത്ത് ഞാൻ ഒരെണ്ണം എടുത്തെഴുതി. ഇതിൻ്റെ അകത്ത് നിന്നല്ല എടുത്തെഴുതിയേക്കുന്ന. ഇനി അതുപോലെ തന്നെ 1ഉം 3ഉം എടുത്ത് ഞാൻ എഴുതി. പിന്നെ ഏതാണ്? 2ഉം 3ഉം എടുത്തെഴുതി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താണ്? ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തെഴുതാൻ പറ്റുന്ന സെറ്റുകളിൽ ഈ ഫുൾ സെറ്റും വേണമെങ്കിൽ എനിക്ക് എടുത്തെഴുതാം. ഓക്കെ, മറന്നു പോരുത്. അതുപോലെ നൾ സെറ്റും വേണമെങ്കിൽ എനിക്ക് എടുത്തെഴുതാം. ഒന്നുമില്ലാത്തൊരു സെറ്റും എടുത്തെഴുതാം. അപ്പോൾ സബ്സെറ്റ് പറയുമ്പോൾ നൾ സെറ്റും സെയിം സെറ്റും പറഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എ = 5 6. ഇതിൻ്റെ സബ്സെറ്റ് ഏതൊക്കെയാണ് പറഞ്ഞേ? ഞാൻ ആദ്യം പറയുവാണ്, നൾ സെറ്റ് എഴുതി. ഇനി ഒരു എലമെൻ്റ് ഉള്ള സെറ്റ് എഴുതി, 5 എഴുതി, 6 എഴുതി. ഇനി 2 എണ്ണം ഉള്ളത് എഴുതി, അതായത് മുഴുവൻ സെറ്റും എഴുതി. ഇത്രേ ഉള്ളൂ. ഇത്രയല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയുണ്ട്. ഒരു സെറ്റ് തന്നാൽ അതിൻ്റെ അകത്ത് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന്, എന്താണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആ സബ്സെറ്റിൽ എത്ര പേരുണ്ടോ അതാണ് മേളിലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 2n. n എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സബ്സെറ്റിൽ എത്ര പേരുണ്ടോ, ആ സെറ്റിൽ എത്ര പേരുണ്ടോ അതാണ് എണ്ണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ മൊത്തം 3 പേരുണ്ട്. അപ്പോൾ ഇവിടെ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 2 ചെയ്താൽ മതി. 2³ എത്രയാണ്? 8. 8 പേരുണ്ടാ? 1 2 3 4 5 6 7 8. ഓക്കെ അല്ലേ? എടാ ഇവിടെ 2 പേരാണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ടാവും? 2 തന്നെ. 2² എത്രയാണാ? 4. 1 2 3 4. 4 പേരില്ലേ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ അടുത്തതിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോളണം. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. മൊത്തം നമുക്ക് ഏതൊക്കെ ഓപ്പറേഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊത്തം ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് യൂണിയൻ ആണ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർസെക്ഷൻ ആണ്. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് കോംപ്ലിമെൻ്റ് ആണ്. നാലാമത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ആണ്. ഇങ്ങനെ 2 സെറ്റുകൾ തമ്മിൽ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻ്റ്, ഡിഫറൻസ്, അങ്ങനെ 4 ഓപ്പറേഷൻസ് ഉണ്ട്. അത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പഠിക്കാം, സിമ്പിളാണ്, ഒന്നുമില്ല. ആദ്യത്തത് യൂണിയൻ പഠിക്കാൻ പോവുകയാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടാവും, 1 2 3 4. എടാ ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റും ഉണ്ട്, ഏതാണ്? 3 4 5 6. ഈ യൂണിയനെ സൂചിപ്പിക്കുന്നത് റാ തിരിച്ചിടുന്ന ഒരു ചിഹ്നമാണ് കേട്ടോ, റാ തിരിച്ചിടുന്ന ഒരു ചിഹ്നമാണ്. എയും ബിയും കൂടി യൂണിയൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൂചിപ്പിക്കും, എ യൂണിയൻ ബി. യു അല്ല കേട്ടോ, റാ തിരിച്ചിടുന്നതാണ്, താഴത്തേക്ക് മറ്റേ വര വരരുത്. അപ്പോൾ നോക്കിയേ, എയും ബിയും കൂടി യൂണിയൻ എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എയിലെയും ബിയിലെയും എല്ലാവരും എടുത്ത് എഴുതണം, പക്ഷെ റിപ്പീറ്റ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. നോക്ക്, എയിലെ 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതി, ഓക്കെ അല്ലേ? ഇനി ബിയിലെ എല്ലാവരെയും വേണം. 3 എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതണ്ട. 4 എഴുതിയിട്ടുണ്ട്, എഴുതണ്ട. പിന്നെ ആരണ്ടാ? ഒരു 5 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് എ യൂണിയൻ ബി എഴുതേണ്ടത്? സിമ്പിളാണ്. എയിലെയും ബിയിലെയും എല്ലാവരെയും എടുത്ത് എഴുതണം, എന്നിട്ട് റിപ്പീറ്റ് ഉള്ളവരെ ഒഴിവാക്കിക്കോളാം, ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അടുത്തത് രണ്ടാമത്തെ ഓപ്പറേഷൻ എന്തായിരുന്നു? ഇന്റർസെക്ഷൻ. ശ്രദ്ധിച്ചേടാ, ഇന്റർസെക്ഷൻ. എന്താണ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ 1 2 3 4 തന്നെ. ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റും ഉണ്ട്, ഏതാടാ? നേരത്തെ പറഞ്ഞു തന്നെ എഴുതാം, 3 4 5 6. എനിക്ക് ഈ എയും ബിയും തമ്മിൽ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഇന്റർസെക്ഷൻ സൂചിപ്പിക്കുന്നത് നേരത്തെ തിരിച്ചല്ല ഇട്ടിരുന്നത്, അത് തിരിച്ച് റാ പോലെ ആക്കുക. ഇതാണ് ഇന്റർസെക്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. എയിലും ബിയിലും കോമൺ ആരൊക്കെയുണ്ടോ അതാണ് ഇന്റർസെക്ഷൻ. അപ്പോൾ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? കോമൺ എലമെന്റ്സ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ കോമൺ എലമെന്റ്സ് ആരൊക്കെ ഉണ്ടോ? അത് ഇവിടെ 3 4 ഉണ്ട്, ഇവിടെയും 3 4 ഉണ്ട്. ആ 3 4 എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ പരിപാടി, കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്റർസെക്ഷൻ. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് 1 2 3, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് 5 6. നമ്മളോട് എ ഇന്റർസെക്ഷൻ ബി എഴുതാൻ പറഞ്ഞു. എ ഇന്റർസെക്ഷൻ ബി ആരെങ്കിലും ഉണ്ടോ? ഇവിടെ രണ്ടുപേർക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരുമില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം നൾ സെറ്റ് ആയിരിക്കും. ഇങ്ങനെ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് വന്നാൽ ആ 2 സെറ്റുകളെ നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റുകൾ എന്ന് പറയും. എന്താണ്? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. അടുത്ത ഓപ്പറേഷൻ വളരെ സിമ്പിളാണ്, ഡിഫറൻസ്. എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാമോ? അതേ സിമ്പിൾ. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, നോക്കടാ, 1 2 3 4 5. എടാ ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, 3 4 5 6 7. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളടാ, എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ ഡിഫറൻസ് ബി എന്നാണ് വായിക്കുന്നത്. എയിൽ നിന്ന് ബി എടുത്ത് മാറ്റി പറയണം. അതായത് എയിൽ ആരൊക്കെയുണ്ടാ? 1 2 3 4 5 ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് എയിൽ നിന്ന് ബി എടുത്ത് മാറ്റി പറയണം. ബി 3 ഉണ്ട്, അപ്പോൾ 3 മാറ്റി. ബിയിൽ 4 ഉണ്ട്, 4 മാറ്റി. ബിയിൽ 5 ഉണ്ട്, 5 മാറ്റി. ബിയിൽ 6 ഉണ്ട്, അപ്പോൾ മാറ്റാനൊന്നുമില്ല. ബിയിൽ 7 ഉണ്ട്, മാറ്റാനൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ആരൊക്കെയാടാ? 1 2. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്തത് ഒരെണ്ണം കൂടി പറഞ്ഞേക്കാം. അടുത്തത് ബി മൈനസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? അതായത് ബി എടുത്ത് വെക്കുക, ബിയിൽ നിന്ന് എ എടുത്ത് മാറ്റണം, അതല്ലേ ബി മൈനസ് എ. ബി 3 4 5 6 7 ആണ്. 3 4 5 6 7 ആണ്. ആരൊക്കെ മാറ്റണം? 1 മാറ്റണം, മാറ്റാനില്ല. 2 മാറ്റണം, മാറ്റാനില്ല. 3 മാറ്റണം, മാറ്റി. 4 മാറ്റണം, മാറ്റി. 5 മാറ്റണം, മാറ്റി. അപ്പോൾ ആൻസർ എത്ര വന്നു? 6 7. ഓക്കെ അല്ലേ? സിമ്പിൾ, കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ബി മൈനസ് എ. അവസാനം ഒരെണ്ണം കൂടിയുണ്ട്, കോംപ്ലിമെൻറ്റ്. എന്താടാ? കോംപ്ലിമെൻറ്റ്. നാലാമത്തത് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 1 2 3 4. പക്ഷേ കോംപ്ലിമെൻ്റ് എഴുതണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് വേണം. അപ്പം ഞാൻ ബി എന്ന് പറഞ്ഞൊരു സെറ്റ് കൂടി എഴുതിയേക്കാം അല്ലേ? 3 4 5 6. കോംപ്ലിമെൻ്റ് എഴുതണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഇത് രണ്ടും ഉൾപ്പെടുന്ന ഇതാണ് ഞാൻ യൂണിവേഴ്സൽ സെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? എടാ എ കോംപ്ലിമെൻ്റ് എഴുതാൻ പറഞ്ഞാൽ ഈ എ എടുത്ത് യുവിൽ നിന്ന് മാറ്റി ബാക്കി പറയണം. 1 2 3 4 ആണ്. അത് മാറ്റിക്കഴിഞ്ഞ് ബാക്കി ഏതൊക്കെ ഉണ്ടാ? 5 6 7 8. സിമ്പിൾ. അടുത്തത് ബി കോംപ്ലിമെൻ്റ് പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? ബി എടുത്ത് യുവിൽ നിന്ന് മാറ്റി ബാക്കി പറയണം. 3 4 5 6 മാറ്റുമ്പോൾ 3 4 5 6 മാറ്റുമ്പോൾ 1 2 7 8 അല്ലേ?
1 2 7 8. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി അല്ലേ? അപ്പോൾ ഇതാണ് 4 ഓപ്പറേഷൻസുകൾ. യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ്, പിന്നെ ഏതായിരുന്നു? ഡിഫറൻസ്. 4 എണ്ണം കേട്ടല്ലോ. ഇനി ഒരു ചെറിയ പോർഷൻ കൂടിയുണ്ട്, അതുകൂടി വെൻ ഡയഗ്രാം. അപ്പോൾ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. അതായത് ഇപ്പോൾ ഈ നമ്മളുടെ സെറ്റിനെ നമ്മൾ പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് എന്നാണ് പറയുന്നത്. സെറ്റിനെ നമ്മൾ പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? വെൻ ഡയഗ്രാം. അതായത് സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അടുത്തത് എന്താണ്? എ ബി അതുപോലത്തെ ചെറിയ ചെറിയ സെറ്റുകളില്ലേ, അതൊക്കെ നമ്മൾ സർക്കിളുമായിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് നമ്മളോട് എ യൂണിയൻ ബി റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കുന്നു വിചാരിച്ചു. എ യൂണിയൻ ബി വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കുന്നു വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഈ റെക്റ്റാങ്കിൾ ആണ് ഏത്? യൂണിവേഴ്സൽ സെറ്റ്. ഇതിൻ്റെ അകത്ത് എയും ബിയും വേണം അല്ലേ? എയും ബിയും ശ്രദ്ധിച്ചോളണം. എയും ബിയും എപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇതുപോലെ കോമൺ ആയിട്ടിട്ട് വരച്ചോളണം കേട്ടല്ലോ. ഇനി കോമൺ എലമെന്റ്സ് ഇല്ലെങ്കിൽ അവർ പറയും ഇന്റർസെക്ഷൻ ഇല്ല എന്ന് പറയും. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളിങ്ങനെ ചേർത്ത് തന്നെ വരച്ചോ. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. നമുക്ക് എന്ത് വേണം? നമുക്ക് എ യൂണിയൻ ബി വേണം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ പറഞ്ഞു എന്തായിരുന്നു? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണം, റിപ്പീറ്റേഷൻ ഉള്ളവർ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ളവരും വേണം, ബിയിലുള്ളവരും വേണം, കോമൺ ആയിട്ട് വന്നവരും വേണം. ഇതാണ് എന്ത്? എ യൂണിയൻ ബി. സിമ്പിൾ അല്ലേ? ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ത് വരും? അപ്പോൾ വരയ്ക്കാം. സിമ്പിൾ പരിപാടി. നോക്ക്, വരച്ചു. നമുക്ക് എന്താ വേണ്ടത്? ശ്രദ്ധിച്ചോളണം. എ ഇന്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കണില്ലേ? നോക്ക്, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? കോമൺ എലമെന്റ് വരുന്നതാണ് ഇന്റർസെക്ഷൻ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നവര്. അപ്പൊ ഇവിടെ നോക്കടാ, ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്, ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം ഏതാടാ? ഇതല്ലേ? ഇതാണോ കോമൺ ആയിട്ട് വരുന്നത്? അല്ല. ഇതാണോ കോമൺ ആയിട്ട് വരുന്നത്? അല്ല. ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സിമ്പിൾ, വളരെ എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ.